ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാമത്തെ പ്രതിയും പിടിയിലായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇന്നലെ അർദ്ധരാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത്. മുരാരി ബാബുവിന്റെ അറസ്റ്റിന് പിന്നാലെ SIT മേധാവി H വെങ്കടേഷ് നേരിട്ട് ആദ്യമായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഇന്ന് എത്തുകയും ചെയ്തു. അങ്ങനെ ഈ കേസിനെ സംബന്ധിച്ചോളം രണ്ടാമത്തെ വിക്കറ്റ് വീഴുകയാണ്. ആ സെക്കൻഡ് വിക്കറ്റ് വീഴുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി എത്ര പേർ ഈ വഴിക്ക് വരും. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ദേവസ്വം ബോർഡിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു, ദേവസ്വം ബോർഡിലേക്ക് അറസ്റ്റുകൾ നീങ്ങുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിതിലെ വിലയിരുത്തലിലേക്ക് തന്നെ പോകാം. എന്നോടൊപ്പം അനന്തകൃഷ്ണൻ ഈ കേസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തുടക്കം മുതൽ ഈ വാർത്താ പരമ്പരകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രതിനിധികൾ അനന്തകൃഷ്ണനും ഒപ്പം പ്രശാന്ത് കൃഷ്ണയും എന്നോടൊപ്പം ചേരുകയാണ്. അനന്തൻ, ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ അത് മുരാരി ബാബുവിനെ കൂടെ മുരാരി ബാബുവിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിന്റെ ഇപ്പോഴത്തെ ദിശ ലീഡ് നോക്കുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് എത്തുകയാണ് ഈ അന്വേഷണം. ദേവസ്വം ബോർഡിലെ ഒരു പ്രധാനപ്പെട്ടതല്ല അപ്രധാന തസ്തികയല്ല, പ്രധാനപ്പെട്ട തസ്തികയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള ഇനിയുള്ള അപ്ഡേഷൻസ് എന്തായിരിക്കാം? പ്രധാനപ്പെട്ട തസ്തികയിലിരുന്ന ഉദ്യോഗസ്ഥൻ എന്നല്ല, ഈ കൊള്ള നടക്കുന്ന പ്രധാനപ്പെട്ട ആ സമയത്തെല്ലാം ഉള്ള ഉദ്യോഗസ്ഥനാണ്. കോമൺ ആയിട്ട് എല്ലാ പോയിന്റുകളിലുമുള്ള ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, ഇപ്പോൾ മുരാരി ബാബുവിനെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. അതിനുശേഷം പുലർച്ചെ വരെ ചോദ്യം ചെയ്യൽ നടന്നുവെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മൊഴി അടക്കം റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുന്നതിന് തൊട്ടു മുൻപ് ADGP H വെങ്കടേഷ്, ഈ SITയുടെ തലവനാണ്, അദ്ദേഹം SITയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്. അത് കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് അദ്ദേഹം കൂടി ആ കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. കാരണം ഈ അന്വേഷണം ആരംഭിച്ച് പോറ്റിയൊക്കെ അറസ്റ്റിലായി ഇത്രയും ദിവസമായിട്ടും H വെങ്കടേഷ് ഈ SIT ഓഫീസിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ മുരാരി ബാബുവിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി, ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അതൊരു കോടതി നടപടികളിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വരികയും ഉദ്യോഗസ്ഥരെ കാണുകയും 2 SP-മാരെയും കാണുകയും ആ മൊഴികൾ വിലയിരുത്തുകയും ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംഗതികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കാനുള്ള വാതിൽ പാളി തന്നെയാണ്. ഈ സംഭവത്തിൽ കാരണം റിക്കവറി നടക്കണം, ആ രീതിയിലാണ്. കാരണം റിക്കവറി നടക്കണം, പോയ ആ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഉരുപ്പടി അത് എവിടെ പോയി എന്നുള്ളത് അറിയണം. ആ രീതിയിലേക്കുള്ള ലീഡിലേക്ക് ഈ SITയുടെ ചോദ്യം മണിമണി പോലെ ഉത്തരം നൽകുന്നുണ്ടായിരിക്കുമോ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോരി? കാരണം ഒരു കണക്ടിങ് എവിഡൻസ് വേണമല്ലോ. നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് ഗൗരവമായ ചില സംഗതികൾ നടന്നിട്ടുണ്ട്. കൊള്ള നടന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു. പക്ഷെ അതിന് ഒരു വലിയ ആസൂത്രണം നടന്നു, ഹൈ ലെവൽ ആസൂത്രണം നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെയാണ്. അപ്പോൾ ആ ഉത്തരവ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളത് നമ്മളെ ഗൗരവപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം അത് രഹസ്യമായി ഈ SIT ഉദ്യോഗസ്ഥർ കോടതിക്ക് ബ്രീഫ് ചെയ്ത കാര്യത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വരാത്ത ഈ ഇടക്കാല റിപ്പോർട്ട്, അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും പിന്നീട് ഉദ്യോഗസ്ഥർ നടത്തിയ രഹസ്യ ബ്രീഫിംഗ് അടച്ചിട്ട കോടതിയിൽ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോടതിയുടെ ഈ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരവിൽ എന്താണ് പറയുന്നത്? ഹൈ ലെവൽ ആസൂത്രണം നടന്നിരിക്കുന്നു, 2019 കൊള്ളയും 2025 കൊള്ള മറയ്ക്കാനുള്ള നടപടിയും നടന്നിരിക്കുന്നു. ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു. അപ്പോൾ കോടതിക്കും SITക്കും ചില കാര്യങ്ങൾ അറിയാം. ആ അറിയുന്ന കാര്യത്തിലേക്കുള്ള വാതിലാണ് മുരാരി ബാബു. കാരണം മുരാരി ബാബു 2019 ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുണ്ട്, 2025 അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുണ്ട്. ഈ 2 കാലഘട്ടത്തിലും സ്വർണം ചെമ്പാക്കിയ ആളാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ആളാണ്. ഇനി പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം മുരാരി ബാബുവിന്റെ കീഴുദ്യോഗസ്ഥരായിട്ടോ അല്ലെങ്കിൽ മുരാരി ബാബുവിന്റെ ഇംഗിതമനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചവരാണ്. മുരാരി ബാബു ആരുടെ ഇംഗിതം അനുസരിച്ചാണ് പ്രവർത്തിച്ചത്? മുരാരി ബാബുവിന് ഈ 2 കാലഘട്ടത്തിൽ നിർദ്ദേശം നൽകിയ വലിയ ശക്തി, ആ ശക്തിയിലേക്കാണ് ഇനി പോകേണ്ടത്. അതിലുള്ള വാതിലാണ് മുരാരി ബാബു. പ്രശാന്ത്, ഇനി ഈ തിരട്ട് സംഘത്തിന്റെ ഈ കള്ളക്കുട്ടങ്ങളിലെ താക്കോലാണ് മുരാരി ബാബു എന്ന് നമുക്കൊരു സ്ഥിതി പറയാം. കാരണം ആ 2019 കാലഘട്ടം, പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്, പിന്നീട് ഈ ചെമ്പുപാളി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ ആസൂത്രണം, ഗൂഢാലോചനയുടെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഈ പിടികൂടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ പിടിയുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റിലൂടെ എത്രത്തോളം ഒരു പക്ഷേ ഈ പിന്നാമ്പുറ കഥകളിലേക്ക്, ആസൂത്രകരിലേക്ക് ഈ അന്വേഷണം പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ആയിട്ടുണ്ടോ? കാരണം ഈ സ്വർണം ചെമ്പാക്കിയ സാങ്കേതിക വിദ്യയുള്ള ആളെന്ന് തന്നെ പറയുന്നത്. കാരണം ഈ മുരാരി ബാബു 2 കാലഘട്ടത്തിലും 19-ലാണെങ്കിലും 25-ലാണെങ്കിലും ഒരുപോലെ ഒരു റോൾ വഹിച്ച ആളാണ്. അപ്പം ഈ മുരാരി ബാബു ഈ തീരുമാനം എടുക്കുന്നത് ആരുടെ പ്രേരണയാൽ എന്നതിനൊപ്പം തന്നെ മുരാരി ബാബു അങ്ങനെ ഒരു തീരുമാനം എടുത്തു കൊടുത്ത് അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പോൾ അനന്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇനി മുരാരി ബാബു പറയുന്നത് പോലെ ഇരിക്കും ഇതിനകത്ത് ചെറിയ മീനുകളാണോ വലിയ മീനുകളാണോ പിടിയിലാകാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം
ഒന്ന് 2019 ബോർഡ് നേതൃത്വം പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമോ, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ചോദ്യം ചെയ്യൽ എത്തുമോ? പ്രശാന്ത് കൃഷ്ണ, നമ്മുടെ എല്ലാ വാർത്തകളിലും ഒരുപാട് വിശ്വാസികളും അല്ലാത്തവരൊക്കെ ഇതിലൊരു കൃത്യമായിട്ട് ഇതിന്റെ കഥ മുഴുവൻ, അവർക്ക് ചിത്രം മുഴുവൻ പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി അവരെ ബലിയാടാക്കി ഈ വൻ സ്രാവുകൾ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഈ തുടക്കം കാണുമ്പോൾ നമുക്ക് എന്താണ് അനുമാനിക്കേണ്ടത്? അല്ല, എങ്ങനെയാണ് സംശയിക്കാതിരിക്കുക? കാരണം മെനഞ്ഞാന്ന് രാവിലെ അനന്തൻ ഈ വാർത്ത കൊടുക്കുമ്പോൾ, അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മുരാരി ബാബു ചോദ്യം ചെയ്യുന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഇത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞതിന് മുമ്പ് ദിവസം ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു, വിധി വന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ചുറ്റി നിൽക്കുകയാണ്. 10 പേര് പ്രത്യക്ഷത്തിൽ 10 പേര് പ്രതികളായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ 9 പേര്, പിന്നെ 2 കേസുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആദ്യം ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല. സ്വാഭാവികമാണ്, വാർത്ത കാണുന്നവർക്ക് എന്തുകൊണ്ട് ആരെയും വിളിക്കുന്നില്ല? തെളിവുകൾ നശിപ്പിക്കാം. കാരണം ഇത് ഉദ്യോഗസ്ഥരല്ല, ബോർഡ് നേതൃത്വമുണ്ട് അവിടെ. അന്ന് ബോർഡ് നേതൃത്വമുണ്ട്, ഇന്ന് ബോർഡ് നേതൃത്വമുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ ഇതിൽ കോമൺ ആയിട്ട് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവാണ്. ഈ 2 കാലഘട്ടത്തിലും ഇവർ ആരുടെ പ്രേരണയാൽ ഇത് ചെയ്തു എന്നുള്ളതാണ്. മുരാരി ബാബുവിന് ഇതെല്ലാം അറിയാമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. കാരണം ഇത്തവണ മുരാരി ബാബു അതിനുവേണ്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം എല്ലാവർക്കും അറിയാം. അതിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ അതുകൂടി വന്നതോടെ ഇപ്പോഴത്തെ നേതൃത്വവും വളരെ സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇനി ചോദ്യം ചെയ്യലും അന്വേഷണവും എല്ലാം കഴിഞ്ഞ 19 ബോർഡ് നേതൃത്വത്തിലേക്കും ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കൊക്കെ പോകുമോ? കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെയും ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്നതാണ്. ഇത് ശരിക്കും ഹൈക്കോടതി തന്നെ നിയോഗിച്ച ഒരു അന്വേഷണ സംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ആ തലത്തിലേക്ക് തന്നെ ഇത് പോകും എന്ന പ്രതീക്ഷ. അവിടെ ഇന്ന് പെട്ടെന്ന് അനന്തൻ അവിടേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഇത് സംഘത്തലവൻ എത്തുന്നത്. എച്ച് വെങ്കടേഷ് അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ അനന്തന് വ്യക്തിപരമായി ഈ ചോദ്യത്തിന് അനന്തൻ പേഴ്സണലി വ്യക്തിപരമായി ഒന്ന് നോക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന ഇതിന് ആസൂത്രണം നടത്തിയ ആളുകളൊക്കെ ഈ ചിത്രത്തിലേക്ക് വരുമോ, അതല്ല ഈ പറയുന്ന 1-2 ആളുകളിലേക്ക് ആറാഴ്ചയല്ലേ സമയം, 6 ആഴ്ചക്കുള്ളിൽ അത് ഈ 2 പേര് മാത്രം, അല്ലെങ്കിൽ 2-3 അല്ലെങ്കിൽ 3-4 പേരോ ചോദ്യം ചെയ്യപ്പെട്ട ആളുകൾ മാത്രമായിരിക്കുമോ വരാൻ സാധ്യതയുള്ളത്? നമുക്ക് ഇതിൻ്റെ എല്ലാ കഥകളും പുറത്തു വരുമെന്ന് അങ്ങ് തീർത്തു പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനകത്ത് എത്രത്തോളം അധികാരത്തിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാധീനശേഷിയുള്ള ആൾക്കാർ ആ ക്രൈമിൽ പങ്കെടുക്കുന്നു, അവരിലേക്കൊക്കെ അന്വേഷണം പോകാനുള്ള സാധ്യത തുലവും കുറവാണ് സാധാരണഗതിയിൽ. പിന്നീട് ഇതിനകത്ത് കോടതിയുടെ മേൽനോട്ടമുണ്ട്. മറ്റൊന്ന്, ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ മുരാരി ബാബു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാന വാർത്ത അതായിരുന്നു. കാരണം ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കാട്ടിയും കൂടുതൽ തെളിവ് നശിപ്പിക്കാനൊക്കെ സാധ്യതയുള്ളവരാണ് ഈ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണ്ടേ? സാധാരണ ക്രൈമിൽ അങ്ങനെയാണല്ലോ. പിന്നെ മറ്റൊന്ന്, ഈ കോടതിയുടെ ഇപ്പം ഒരു പ്രതിപക്ഷമൊക്കെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ കുറച്ച് ലാഗിങ് ഉണ്ടോ? തെളിവെടുപ്പ് എന്താണ് നടത്താത്തത്? തെളിവെടുപ്പ് മാത്രമല്ല, ഇതുവരെ അല്ല, ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല. കാരണം തെളിവെടുപ്പില്ല. ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതിന്റെ റിക്കവറി നടന്നിട്ടില്ല. നമുക്ക് ഉന്നതതല കോൺസ്പിറസി ഉണ്ടെന്നൊക്കെ കോടതി ഉത്തരവിൽ നിന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇനി SIT എന്താണ് കോടതിയോട് പറഞ്ഞത്? ഇതിനകത്ത് ഒരു രഹസ്യ സ്വഭാവം കോടതി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അടച്ചിട്ട കോടതിയിലാണ് നടപടികളെല്ലാം നടക്കുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ രേഖകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട്, ഞാൻ വിചാരിച്ചു റിമാൻഡ് റിപ്പോർട്ട് FIR പോലെ പൂട്ടി വെക്കുമെന്ന്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കോടതി ഉത്തരവ് പുറത്തു വരുന്നു. പക്ഷേ ഇപ്പം ഇടക്കാല ഉത്തരവ് അല്ലെങ്കിൽ ഇടക്കാല റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇപ്പോൾ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം ആ റിമാൻഡ് റിപ്പോർട്ട് ചിലപ്പോൾ പുറത്തു വരുമായിരിക്കും. അപ്പോൾ കോടതി ചില കാര്യങ്ങൾ അടച്ചു വെക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് നല്ലതിനാണോ പോസിറ്റീവാണോ അത് നെഗറ്റീവാണോ നമുക്കല്ല. ഒരു കാര്യം ഇതിനകത്തെ ഈ കോടതി ഇടപെടുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം, ഇതുപോലെ നടന്നൊരു അന്വേഷണത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനെ ഏൽപ്പിച്ചു. അതിൽ ഹൈക്കോടതി ഇടപെട്ടു, FIRകൾ ഇടാൻ പറഞ്ഞു, സ്പെഷ്യൽ ടീം വേണമെന്ന് പറഞ്ഞു. അത് സ്പെഷ്യൽ ടീം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുത്തു. അതിനെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്, മേൽനോട്ടത്തിലാണ് അതിന്റെ അന്വേഷണം മുഴുവൻ നടന്നത്. ഒരു വിവരങ്ങളും പുറത്തു പോരുന്ന ഹൈക്കോടതി നിഷ്കർഷിച്ചിരുന്നു. അതിന്റെ അന്വേഷണം നടന്നു. ഇപ്പൊ എവിടെ എത്തി? തീർച്ചയായും എന്തെങ്കിലും ഉണ്ടോ? റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ? ആവിയായി പോയത് അതിനകത്ത് ഒരുപാട് ഉന്നതരുടെ പേരുകൾ ഉണ്ടാകും, ഭയങ്കര പരാതികൾ വന്നിട്ടുണ്ട്, മൊഴികളുണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്ത്രീപീഡന കേസാണ്. മാത്രമല്ല തൊഴിലിടത്തെ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. പ്രത്യക്ഷത്തിൽ തന്നെ കേസ്, അതായത് മൊഴി കേട്ടാൽ തന്നെ കേസെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ് മൊഴി വന്നത്. ജുഡീഷ്യൽ പവറുള്ള ആളുടെ പക്കൽ തന്നെയാണ് മൊഴി വന്നത്. എന്നിട്ട് പോലും ഒരു FIR ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുന്നതോ നടപടിയെടുക്കുന്നതോ ഗൗരവമുള്ള 2 കേസുകൾ. എന്തായാലും അവസാനമായി പ്രശാന്ത്, ഇക്കാര്യത്തിൽ ഇനി നമുക്ക് കോടതിയെ വിശ്വസിക്കാം. എല്ലാ കാര്യങ്ങളും 6 ആഴ്ച മാത്രമേ ഉള്ളൂ. ഇപ്പൊ എത്ര ആഴ്ച കടന്നുപോയി?
പൊതുജനത്തിനെ സംബന്ധിച്ച് 2-3 ആഴ്ച സാധാരണ ഒരു വലിയ ക്രൈമിൽ രണ്ടാഴ്ച കടന്നു പോവുകയാണ്. രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെടാനുള്ള സമയം കിട്ടുകയും ഇപ്പൊ ഏത് വിഷയം വരുമ്പോഴും പൊതുജനത്തെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ എന്നുള്ളത് കോടതിയാണ്. അപ്പൊ ഈ വിഷയത്തിലും ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആളുകൾ ശരിക്കും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ, ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു വികാരമാണ്. അപ്പോൾ കോടതിയെല്ലാം അത് കണ്ടും അതും അറിഞ്ഞ് തന്നെ ഒരുപക്ഷെ വളരെ സുതാര്യമായി വളരെ രഹസ്യാത്മകമായി എല്ലാ പ്രതികളും പുറത്തു വരണമെന്ന ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് മാത്രമേ അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളത് തന്നെ. കാരണം ഇതിനകത്തൊരു പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഒന്നും ഇടപെടില്ലാത്ത രീതിയിലുള്ള ഒരു അന്വേഷണ സംവിധാനം അല്ലെങ്കിൽ കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമായതുകൊണ്ട് ഇത് പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് എല്ലാവരുടെയും അങ്ങനെ സാധ്യതയുണ്ട് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല എന്ന് പറയാനാണ് ഞാൻ ഹേമ കമ്മിറ്റി അന്വേഷണം ഞാൻ ഉദാഹരിച്ചത്. കാരണം അതിൽ ഒന്നും സംഭവിച്ചില്ല. ഇതേപോലുള്ള എല്ലാ ഒരു ഇതും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അടച്ചുപൂട്ടിയ അന്വേഷണം പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുള്ളവർ പോലും ഇപ്പോൾ ഇതുവരെ അവർ ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർ കോടതിയെ സമീപിച്ചിട്ടില്ല. പക്ഷേ കോടതി നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ട് തന്നെ മറ്റാരും മാറി നിൽക്കുന്നില്ല. നോക്കിയാലും രണ്ടുപേരും മാറി നിൽക്കുന്നില്ല. അവര് തന്നെ പോയി പോലീസിന് പിടികൊടുക്കുന്ന പോലെയാണ്. ലാർജർ കോൺസ്പിറസി ഉണ്ടെന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ലാർജർ ആൾക്കാരെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബുവോ അവരാണോ ഏറ്റവും വലിയ ശേഷമാണ്. അതെ, അവരാണോ ഉന്നതർ? നാട്ടുകാർക്ക് അറിയണ്ടേ ഇത് ആരൊക്കെയാണ്? പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുള്ള ഒരാൾ പോലും ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ അതുപോലെ പക്ഷേ കോടതി നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ട് തന്നെ അതിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ലെന്ന് മനസ്സിലാക്കിയായിരിക്കാം. എന്തായാലും തീർച്ചയായും എവിടെയൊക്കെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധികൾ, റിപ്പോർട്ടർമാർ പറയുന്നത്. പക്ഷെ അങ്ങനെ ആകരുത്. ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകണം. അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് കയ്യാമം വീഴുക തന്നെ വേണം. അത് ഉന്നതർ ആരാണെങ്കിൽ പോലും അവരിലേക്കും അന്വേഷണം എത്തണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.